ഷാജേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ഇപ്പോ വി എസ് മരണപ്പെട്ടു. വി എസിന്റെ മരണശേഷവും ശരിക്കും വി എസിനെ ഈ പാർട്ടി എത്ര കണ്ട് പീഡിപ്പിച്ചു അല്ലെങ്കിൽ താറടിച്ചു, അദ്ദേഹത്തിനെ എത്ര കണ്ട് ഇവർ വിലമതിച്ചു എന്നുള്ളത് ഈ പറയുന്ന പാർട്ടിക്കകത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു പകപോക്കൽ പുറം ലോകം പലതരത്തിൽ അറിഞ്ഞു തുടങ്ങുന്നു. പാർട്ടിക്ക് പുറത്തുള്ളവർ തന്നെ അത് ക്രൂശിക്കപ്പെടുന്നു. പാർട്ടിയിലുള്ളവർ പെരുപ്പങ്കോടി മുരളി പറയുന്നു, സുരേഷ് കുറുപ്പ് പറയുന്നു, ഇനിയും പലരും പറയും. അപ്പോ ചേട്ടൻ എന്താണ് അതിനെക്കുറിച്ച്? ഞാൻ ഇവർ രണ്ടുപേരെ പേര് ഞാൻ പറയാം, പക്ഷെ വഴിയെ നമുക്ക് വേറെയും ഒന്ന് രണ്ട് പേരെ കുറിച്ച് പ്രതിപാദിക്കാനുണ്ട്. അപ്പോ ചേട്ടൻ ദയവായി എന്താണ് ഈ സംഗതിയിൽ CPM വി എസിനോട് കാണിച്ച അനീതി അവർ തന്നെ പുറത്തു പറയുകയല്ലേ? തീർച്ചയായും അതാണ്. കാരണം ഒറ്റുകാർ ഞങ്ങളായിരുന്നു എന്ന് പ്രഖ്യാപിക്കുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. ഈ ഒറ്റുകാർ ഞങ്ങളായിരുന്നു എന്ന് പ്രഖ്യാപിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു കുഴപ്പം എന്താന്ന് പറഞ്ഞാൽ, അതായത് കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ ഒരാൾ പാർട്ടി സെക്രട്ടറി ആയതോടുകൂടിയാണ് ആ പാർട്ടിയുടെ സർവനാശം ആരംഭിക്കുന്നത്. അതുവരെ പാർട്ടിക്കകത്ത് വളരെ ഗൗരവതരമായിരിക്കുന്ന പ്രത്യയശാസ്ത്രപരമായിരിക്കുന്ന ചർച്ചകൾ, പാർട്ടി തെരഞ്ഞെടുപ്പ് കാലത്ത് എടുക്കേണ്ടിയിരിക്കുന്ന അടവ് നയത്തെക്കുറിച്ചുണ്ടായിരിക്കുന്ന ചർച്ചകൾ, ഇതെല്ലാം വളരെ ഗൗരവതരമായി ചർച്ച ചെയ്തിരിക്കുന്ന ഒരു പാർട്ടിയാണത്. കാരണം ആ പാർട്ടിക്കകത്ത് അന്ന് ചർച്ച ചെയ്യുന്ന സമയത്ത് എന്താ പറഞ്ഞാൽ EMS ശങ്കരൻ നമ്പൂതിരിപ്പാടുണ്ട്, BS അച്യുതാനന്ദൻ എന്ന് പറയുന്ന മഹാമേരുണ്ട്, പിന്നെ പണ്ട് നേരത്തെ ആയിരുന്ന ചാത്തുണ്ണി മാസ്റ്ററുണ്ട്, MVR ഉണ്ട്. ഇങ്ങനെ വരുന്ന ഒരു വലിയ നിര, സഖാവ് പിന്നെ കൊല്ലത്തുണ്ടാക്കിയ സഖാവ് NS ഉണ്ട്, AP വർക്കി, ഇങ്ങനെ വരുന്ന ഒരു വലിയ മഹാമേരുക്കളുടെ ഒരു വലിയ നിരയുണ്ട് അതിനകത്ത്. ഇത് പിന്നെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളിലൂടെ പ്രായാധിക്യം കാരണവും പിന്നെ പാർട്ടിക്കകത്തുന്ന ഉൾപാർട്ടി സമരത്തിന്റെയും ഭാഗമായി ചിലവരൊക്കെ പാർട്ടിയിൽ നിന്ന് പുറത്തു പോവുകയും 1986 ബദൽ രേഖാ വിഷയത്തിന്റെ മേലെ MVR പാർട്ടിയിൽ നിന്ന് പിന്നെ പുറന്തള്ളപ്പെടുകയും ചെയ്തു. MVR പാർട്ടിയിൽ നിന്ന് പുറന്തള്ളപ്പെട്ടതോടു കൂടിയാണ്, വസ്തുതാപരമായി ഞാൻ പറയാണ്, പുറന്തള്ളപ്പെട്ടതോടു കൂടിയാണ് ആ പാർട്ടിയുടെ സംഘടനാപരമായിരിക്കുന്ന അടിത്തറ ഒലയുന്നത്. ശരിക്കും സംഘടനാപരമായ അടിത്തറ ഒലയുകയാണ്. ഈ ഒലയുന്ന ഘട്ടത്തിൽ അതിനെ പിടിച്ചു നിർത്തുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചത്, ഞാനൊരു പിന്നെ CMPയുടെ പ്രവർത്തകരായതുകൊണ്ട് തന്നെ വളരെ ഉത്തരവാദിത്തം പറയാണ്, പിന്നെ പിടിച്ചു നിർത്തൽ നിർണായക പങ്ക് വഹിച്ചത് EM ശങ്കരൻ നമ്പൂതിരിപ്പാട് ആയിരുന്നില്ല, മറിച്ച് BS അച്യുതാനന്ദൻ എന്ന് പറയുന്ന ഒരു അതുല്യനായ ഒരു സംഘാടകന്റെ അദ്ദേഹത്തിന്റെ സംഘടനാ മികവാണത്. ഇതായിരുന്നു അതിന്റെ വസ്തുതാപരമായ കാര്യം. ഇനി നമ്മൾ വിഷയത്തിലേക്ക് കടന്ന് നമ്മൾ വരുന്ന സമയത്ത് ഇന്ന് ഈ കാണുന്ന CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന MV ഗോവിന്ദൻ, ഈ MV ഗോവിന്ദൻ അന്ന് MVRുമായിട്ടുള്ള ഈ വിഷയത്തിനകത്ത് MVRന്റെ കൂടെ വന്ന് ചേർന്നിരിക്കുന്ന കക്ഷിയാണ് ഈ പറയുന്ന പിന്നെ MV ഗോവിന്ദൻ. ആർക്കും തർക്കം ഉണ്ടാവില്ല. അത് പിന്നെ ഞാനിത് കൂടുതൽ പറഞ്ഞ് ഇതിനകത്ത് നാറ്റിക്കുന്നില്ല എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ സംഭവത്തിൽ അത് പറയാത്തത്. അവസാന ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, എനിക്ക് പിന്നെ ഭാവിയിൽ ഒരു സുരക്ഷിതത്വം വേണം, എനിക്ക് ഒരു ഗൗരവമേറിയിരിക്കുന്ന ജോലി വേണം, എനിക്ക് എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് സ്വന്തമായിട്ടൊരു വീട് വേണം. ഇങ്ങനെയൊക്കെ പറയാവുന്ന ഒരു വളരെ സ്വാഭാവികമായി വരാവുന്ന ഒരാളുടെ പിന്നെ താല്പര്യങ്ങൾ അയാൾ കീഴ്പ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ്. ഇവിടെയാണ് ഇങ്ങനെ വരുന്ന ആളുകളെ തേടിപ്പിടിക്കുന്നതിൽ വളരെ നിപുണനായിരുന്നു ഈ പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി, അന്നത്തെ പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്നയാൾ. അത് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആവുന്നതിന് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഈ പാർട്ടിയിൽ നിന്ന് MVR പുറന്തള്ളപ്പെട്ടതിനാണ്. അന്ന് പുറന്തള്ളപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ, MVR പുറന്തള്ളപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഈ ചങ്ങായി ഈ പാർട്ടിയിൽ ഉണ്ടാവില്ല കേട്ടോ. അത് വേറെ വിഷയമാണ്. അത് നമുക്ക് പിന്നീട് പിന്നെ വളരെ സീരിയസ് ആയി ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ട് നല്ല വിഷയം വേറെ കിടക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് അതായത് MVRന്റെ കൂടെ നിന്നിട്ട് പിന്നീട് എല്ലാം തന്നെ അപ്പുറത്തേക്ക് മോഹങ്ങളുടെ മേലെ, അധികാരങ്ങളുടെ മേലെ, സ്ഥാനമാനങ്ങളുടെ മേലെ, അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ പിന്നെ സംരക്ഷിച്ചു കൊടുക്കാവുന്ന ഉറപ്പിന്റെ വില നടത്താവുന്ന കോംപ്രമൈസുകളുടെ മേലെ എല്ലാം അപ്പുറത്തേക്ക് മാറുകയാണ് ഇത്. അതായത് എല്ലാ ഈവിൾസിനെയും മോഹിപ്പിക്കുക. ഇവിടെയാണ് പിന്നെ ഞാൻ പതിവായി പറയുന്ന ഒരു സാധനമാണ് മാക്ബത്ത് യുദ്ധം ജയിച്ചു വരുന്ന ഘട്ടത്തിൽ മാക്ബത്തിനെ മോഹിപ്പിക്കുന്ന 3 വിച്ചസ് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ആ വിച്ചസ് രാത്രിയിൽ വരുന്ന 3 വിച്ചസ് എന്താണെന്ന് പറഞ്ഞാൽ, ഒന്ന് ഹെയിൽ മാക്ബത്ത് വിജയിപ്പുതാക, ദ തെയ്ൻ ഓഫ് കോതോർ എന്ന് പറയുന്ന പ്രവിശ്യയുടെ അല്ലെങ്കിൽ കൗണ്ടിയുടെ പിന്നെ പ്രഭുവായിരിക്കട്ടെ നിങ്ങൾ, ദ തെയ്ൻ ഓഫ് കോഡോർ, ദ തെയ്ൻ ഓഫ് ഗ്ലാമിസ് ആൻഡ് ദ കിങ് ഹിയർ ആഫ്റ്റർ, ഇവിടുത്തെ രാജാവ്. ഈ രാജാവാണ് നിങ്ങളെന്ന് പറയാവുന്ന വിച്ചസിന്റെ ഒരു പ്രവസി വരുന്നതോടെ ഒരു നിർഭയനായിരിക്കുന്ന, പോരാളിയായിരിക്കുന്ന, സത്യസന്ധനായിരിക്കുന്ന, നീതിമാനായിരിക്കുന്ന, ഒന്നും മോഹിക്കാതെ പോരിനിറങ്ങുന്ന, നിഷ്ഠപടനായിരിക്കുന്ന മാക്ബത്തിന്റെ മനസ്സിനകത്ത് ആദ്യത്തെ വിഷവിത്ത് വീഴുകയാണ്. The Thane of Kodor, the Thane of Glamis, and the King Hereafter. അതാ
അവിടെ വെച്ച് എന്ത് ചെയ്യാണ്, മാക്ബത്തിന്റെ പിന്നത്തെ യാത്രകൾ മുഴുവൻ തന്നെ തന്റെ ഏറ്റവും വിശ്വസ്തരായിരിക്കുന്ന ആളെ പോലും, ഏറ്റവും വിശ്വസ്തരായിരിക്കുന്നയാൾ, അതിനകത്ത് വരുന്ന ബാങ്കോ എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും പ്രിയപ്പെട്ടിരിക്കുന്ന സുഹൃത്ത്, ആ പ്രിയപ്പെട്ട സുഹൃത്തിനെ പോലും കൊല്ലാൻ ഈ പറയുന്ന മാക്ബത്ത് ആലോചിക്കുകയാണ്. അങ്ങനെ കൊല്ലുന്നതോട് കൂടിയിട്ടാണ് അയാൾക്ക് പിന്നീട് സമനില തെറ്റിപ്പോകുന്നതും അതിനെല്ലാം തന്നെ കൂട്ടുനിൽക്കുന്ന ഒരു ഭാര്യയുണ്ട് അതിനകത്ത്, മാക്ബത്തിന്റെ ഭാര്യ ലേഡി മാക്ബത്ത്. അവസാനം ആ നാടകത്തിനകത്ത്, വിഖ്യാതമായ നാടകത്തിനകത്ത്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയാൽ ആ നാടകത്തിനകത്ത് ലേഡി മാക്ബത്ത് വിലപിക്കുന്നുണ്ട്, മാക്ബത്തും വിലപിക്കുന്നുണ്ട്. ഓൾ ദ പെർഫ്യൂംസ് ഓഫ് അറേബ്യ വിൽ നോട്ട് സ്വീറ്റൻ മൈ ലിറ്റിൽ ഹാൻഡ്. അറേബ്യയിലെ മുഴുവൻ സുഗന്ധദ്രവ്യങ്ങളും എന്റെ കൈകളിലൂടെ ഒഴുകിയാൽ പോലും ഈ രക്തത്തിന്റെ കറയുടെ ഗന്ധം അല്ലെങ്കിൽ മണം ഇതിൽ നിന്ന് മാഞ്ഞു പോവുകയില്ലെന്ന് വിലപിക്കുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട് മാക്ബത്തിനും ലേഡി മാക്ബത്തിനും വരുന്നുണ്ട്. ലേഡി മാക്ബത്ത് അവസ്ഥ സ്വപ്നാപരിത, ഉറക്കത്തിൽ സ്വപ്നാടനം നടത്തി എഴുന്നേറ്റ് പോകുന്ന പിന്നെ ഇറങ്ങി നടക്കുന്ന അവസ്ഥയാണ്. ഇത്തരം ഒരു അവസ്ഥയുടെ മതിഭ്രമത്തിലേക്കാണ് വാസ്തവത്തിൽ പല ഘട്ടങ്ങളിലും ആര് വീഴുന്നതെന്ന് അറിയാം നിങ്ങൾ, ഈ പറയുന്ന MV ഗോവിന്ദൻ വീഴുന്നത്. ഇത് എന്തുകൊണ്ടാണെന്ന് ഞാനിങ്ങനെ പറയാനുള്ള കാരണം അറിയാം, അയാൾ പാർട്ടി സെക്രട്ടറിയായി ചുമതലയേറ്റെടുത്തതിന് ശേഷം നടത്തിയിരിക്കുന്ന പ്രസ്താവനകളുടെ ഗൗരവം നിങ്ങളൊന്ന് എടുത്തു നോക്കിയാട്ടെ. ഏതെങ്കിലും ഒരു പ്രസ്താവന അയാൾ സീരിയസ് ആയി നടത്തിയിട്ടുണ്ടോ? നടത്തിയിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും പൊട്ടത്തരങ്ങളാണ്. ഒരു പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ നടത്താൻ കൊള്ളാവുന്ന പിന്നെ പ്രസ്താവനകളാണോ ഇത് എന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു ഉത്തരവുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ കേരളത്തിലെ CPM പിന്നെ സംസ്ഥാന സെക്രട്ടറിമാരുടെ ഗണത്തിനകത്ത് ഏറ്റവും ദുർബലനും ഒരു വകക്ക് കൊള്ളാത്ത സെക്രട്ടറിയാണ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഒരു തവണ ഒരു ചർച്ചക്കകത്ത് ഞാൻ പറഞ്ഞാണ്, കേരളത്തിൽ സർവ്വസാധനത്തിനും വില വാണം പോലെ കയറുകയാണ്. അങ്ങനെ സർവ്വസാധനവും ഈ പിന്നെ വില കുതിച്ചു വരുമ്പോൾ വില സമ്പൂർണ്ണമായി ഇടിഞ്ഞു പോയിരിക്കുന്ന ഒരാളുടെ പേര് പറയാൻ പറഞ്ഞാൽ ആ ആളുടെ പേര് ഞാൻ ആദ്യം പറയുന്നത് നിർഭാഗ്യവശാൽ പറയേണ്ടി വരുന്ന പേര് MV ഗോവിന്ദന്റെ പേരാണ്. ഇതൊരു ഭാഗത്ത് കിടക്കുന്നു. മറുഭാഗത്ത് ഇതിൽ ഓരോ വാർത്ത ഈ പി ശശി എന്ന് പറഞ്ഞ വിദ്വാൻ, ഈ പി ജയരാജൻ, MB ജയരാജൻ, ഇങ്ങനെ വരുന്ന ഒരു നിര തന്നെയുണ്ട്. ഈ ഒരു നിര തന്നെ, ഈ നിരയെ മുഴുവൻ തന്നെ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ മോഹിപ്പിച്ചിന് അപ്പുറത്തേക്ക് കൊണ്ടുപോവാണ് ചെയ്ത്. ഇപ്പൊ ഈ മോഹം ഇവർക്ക് നടത്തി കിട്ടണമെങ്കിൽ, അതായത് മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരാൾക്ക് നിലയുറപ്പിക്കണമെങ്കിൽ, അയാൾക്ക് നിലനിൽക്കണമെങ്കിൽ ഈ മോഹങ്ങൾ അയാൾക്ക് ആർക്ക് കൊടുക്കണം? ഇവർക്ക് ഫീഡ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കണം. ഈ ഫീഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിനുള്ള സാധ്യതകൾ എന്താണ്? അവിടെയാണ് ദല്ലാൾ മൂലധനത്തിന്റെ രാഷ്ട്രീയം കടന്നു വരുന്ന അവിടെയാണ്. ഈ ദല്ലാൾ മൂലധനത്തിന്റെ രാഷ്ട്രീയം കടന്നു വരുന്ന ഒന്നൊന്നര ദല്ലാളായി ഈ പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി മാറ്റപ്പെട്ടതോടെ എന്താ, പാർട്ടി സെക്രട്ടറി മാറ്റപ്പെട്ടതോടെ എന്താ എന്ന് പറഞ്ഞാൽ പണം, അധികാരം, ലൈംഗികത, ആസക്തികൾ, അതിന്റെ സമസ്ത വൃത്തികേടുകളും ഈ പാർട്ടിയെ ക്രമാനുഗതമായി ഗ്രസിക്കാൻ തുടങ്ങി. അങ്ങനെ ഗ്രസിച്ച് തുടങ്ങുമ്പോ ഇതിനെതിരായാണ് വാസ്തവത്തിൽ VS അതിനകത്ത് പണവഹിച്ചത്. ഈ പാർട്ടി തെറ്റിലേക്ക് പോവുകയാണ്, ഈ പാർട്ടിയെ ബോധപൂർവം തെറ്റിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇവിടെ വെച്ചാണ് പാർട്ടി എന്തായിത്തീരുന്നത്? പ്രത്യയശാസ്ത്രപരമായിരിക്കുന്ന ചർച്ചകൾക്ക് സമ്പൂർണമായിരിക്കുന്ന വിരാമമിടുകയും അവിടെ വെച്ച് തിരികെയും ചെയ്യുന്നു. വ്യക്തി കേന്ദ്രീകൃതമായ രാഷ്ട്രീയത്തിലേക്ക് ഈ സാധനം കടക്കുകയാണ്. അങ്ങനെ വ്യക്തി കേന്ദ്രീകൃതമായ രാഷ്ട്രീയത്തിലേക്ക് സംഭവം കടന്നതോടെ VS വിജയൻ എന്ന് പറയാവുന്ന ഒരു ഡിവിഷൻ വരികയാണ്. ഈ ഡിവിഷനകത്ത് VS പ്രതിനിധാനം ചെയ്തത് ആര് എന്നതാണ് ഏറ്റവും പ്രാഥമികമായ രാഷ്ട്രീയ ചോദ്യം. അത് പ്രത്യയശാസ്ത്രപരമായ ചോദ്യമാണ്. ഷാജേട്ടാ, ഈ VSന്റെ ആത്മാവ് പിണറായിയെ പിടികൂടും എന്ന് പറഞ്ഞാൽ അത് ശരിയാകുമോ? ഞാൻ അങ്ങനെ ആത്മാവിശ്വസിക്കാത്ത ഒരാളാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അത്തരം ഒരു സാധനം അയാളെ സന്നിവേശിച്ചു എന്നതിന്റെ, അങ്ങനെയല്ല, അത്തരം ഒരു വിഭ്രാന്തി അയാളെ പിടികൂടി എന്നതിന്റെ ക്ലാസിക്കൽ ഉദാഹരണമാണ് VS മരിച്ചതിന് ശേഷം നടത്തിയിരിക്കുന്ന അനുശോചന യോഗത്തിൽ. ഇന്നേ വരെ ഞാൻ കണ്ടിട്ട് ഇതുപോലെ പതറി പ്രസംഗിച്ചിരിക്കുന്ന ഒരു വിജയന്റെ ചിത്രം ഞാൻ ഇന്നേ വരെ കണ്ടിട്ട്, പതറി പ്രസംഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ MA ബേബിയുടെ പ്രസംഗം. അറിയില്ല അവർക്ക് എന്താണ് അവർക്ക് അറിയില്ല അവരെന്താണ് പറയുന്നത്. അതിന്റെ ഭാഗമാണ് പിന്നീട് ഈ മുഖ്യമന്ത്രി പിന്നീട് ഒരു പോസ്റ്റ് ഇട്ടു, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റിനകത്ത് പറഞ്ഞത്, ഈ അനുശോചന സംഭവത്തിന്റെയും ഇതിന്റെയും പ്രവാഹത്തിനിടയിൽ എനിക്ക് അന്നേരം പിന്നെ പറയാനുള്ളതെന്ന് എനിക്ക് പറയാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നില്ല ഇയാൾ. പറയാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ പറഞ്ഞാൽ, വന്നിരിക്കുന്ന പുരുഷാരങ്ങളുടെ, ആബാലവൃദ്ധൻ ജനങ്ങളുടെ, അവരുടെ ആത്മാർത്ഥതയുടെ, അവരുടെ പിന്നെ താല്പര്യങ്ങളുടെ, അവരുടെ ഇച്ഛാഭംഗങ്ങളുടെ, അവരുടെ മോഹഭംഗങ്ങളുടെ ഇതിന്റെ മലവെള്ളപ്പാച്ചലിൽ ഈ ഇരട്ടച്ചങ്ങന എന്താകുക, ഈ ഇരട്ടച്ചങ്ങന ഓട്ടക്കാലത്തൊക്കെ പോലും കൊള്ളാത്ത ഒരാളായി മാറിപ്പോവാണ് ചെയ്ത്. അതായത് VSന്റെ പ്രഭാവലയത്തിൽ, VS എന്ന് പറയുന്ന സൂര്യന്റെ പ്രഭാവലയത്തിൽ ഇയാൾ കരിഞ്ഞു തീരുകയാണ് ഇത്. ഈ കരിഞ്ഞു തീരുന്ന ഘട്ടത്തിന് കൂടിയാണ് നമ്മൾ ഈ പറയുന്ന നമ്മളിതില്ലേ പിരപ്പങ്കോട് മുരളി പറഞ്ഞിരിക്കുന്ന ഒരു കമന്റ് വരുമ്പോഴേ ഷാജേട്ടാ, അതിലേക്ക് വരുമ്പോ പിരപ്പങ്കോട് മുരളിയുടെ
പിന്നെ അദ്ദേഹം ഒരു ചാനലിന് കൊടുത്ത ഇതില് ക്യാപിറ്റൽ പണിഷ്മെന്റ് മലപ്പുറത്ത് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന രീതിയിൽ സുരേഷ് കുറുപ്പ് മറ്റൊരു പ്രമുഖ പത്രമാധ്യമത്തിന് നടത്തിയ അഭിമുഖത്തിൽ തിരുവനന്തപുരത്ത് സമ്മേളനത്തിൽ പറഞ്ഞു, ആലപ്പുഴയിൽ പറഞ്ഞു. ഇങ്ങനെയൊക്കെയുള്ള പ്രസ്താവനകൾ വന്നു കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വായിച്ചു കഴിയുമ്പോഴത്തേക്കും ഈ പറയുന്ന രീതിയിൽ കടകംപള്ളി സുരേന്ദ്രൻ അദ്ദേഹം തിരുവനന്തപുരത്ത് പാർട്ടിയിൽ VS-നൊപ്പം നിന്ന ഒരു കൂട്ടം ആൾക്കാരിൽ ഒരാളാണ്. കടകംപള്ളി സുരേന്ദ്രൻ പത്രസമ്മേളനം നടത്തുന്നു. ഞങ്ങളൊക്കെ തന്നെ ആലപ്പുഴ സമ്മേളനത്തിൽ പങ്കെടുത്തതാണ്. ഞങ്ങളാരും തന്നെ ഒന്നും പറഞ്ഞില്ല. ശിവൻകുട്ടി സംസാരിക്കുന്നു. ചേട്ടാ, അവിടെയാണ് ഷാജിയേട്ടൻ മുമ്പ് പറഞ്ഞിട്ടുള്ള ചില ഓഫറുകൾ ഇവർക്കൊക്കെ ഉണ്ടായിരുന്നു എന്ന സത്യവും ആ ഓഫറുകളൊക്കെ വാങ്ങിക്കൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തിനെ എന്തോ പറയാ അദ്ദേഹത്തിന് ഞങ്ങൾക്ക് മാറ്റി ഞങ്ങൾ അദ്ദേഹത്തിന് അടുക്കൽ നിന്ന് മാറുകയായിരുന്നു എന്ന് അവർ തന്നെ പറയാതെ പറയുകയല്ലേ ഈ പത്രസമ്മേളനത്തിലൂടെ ഈ കടകംപള്ളി സുരേന്ദ്രനും ശിവൻകുട്ടിയെയും നടത്തിയതെന്ന് ഇവിടുത്തെ മാലോകർക്ക് അറിയാത്തതല്ലോ, ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയാത്തതല്ലോ. എന്താ ചേട്ടനാണ് പറയാനുള്ളത്? അല്ല, അത് വസ്തുതയാണ്. അതിനകത്ത് ഒരു കാര്യം എന്താ പറഞ്ഞാൽ കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരാളുടെ ഒരു സാമൂഹ്യമായ നിലവാരം എന്താണ് തിരുവനന്തപുരത്ത്? നമ്മൾ ആദ്യം നോക്കേണ്ടത് ആദ്യ നിലവാരം കടകംപള്ളി സുരേന്ദ്രന്റെ സാമൂഹ്യമായ നിലവാരം എന്താണ്? ആരെങ്കിലും ഈ കടകംപള്ളി സുരേന്ദ്രനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിന്റെ പ്രധാനപ്പെട്ട ഒരാളാണെന്ന് പരിഗണിക്കും? ആരെങ്കിലും ഒരാൾ പരിഗണിക്കുമോ? ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയിൽപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരാളെ അയാൾ പരിഗണിച്ചിട്ടുണ്ടോ? പരിഗണിക്കില്ല എന്നുള്ളൊരു ക്ലാസിക്കൽ ഉദാഹരണം എന്താണ്? മറ്റൊന്നുമല്ല ഞാൻ പറയുന്നത്. സ്വപ്ന സുരേഷ് ജീവിച്ചിരിക്കുന്നു, ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. സ്വപ്ന സുരേഷ് പറഞ്ഞതാണ്, നേരിട്ട് പറഞ്ഞതാണ്. സ്വപ്ന സുരേഷ് പറഞ്ഞതാണ്. പറഞ്ഞില്ലേ? വായി നോക്കിയിരിക്കുക ഒറ്റ ഇരിപ്പാണ്. അവസാനം എന്താ വെച്ചാൽ ഇറങ്ങി പോകണം മിനിസ്റ്റർ എന്ന് പറയേണ്ടി വന്നു സ്വപ്ന സുരേഷ്. ആത്മഹത്യ സ്വപ്ന സുരേഷ് എഴുതിയില്ലേ? ഇതുപോലെ ആഭാസനും വിഷയലംബടനവുമാണ് എന്ന് പരസ്യ ആത്മകഥയിലൂടെ പിന്നെ ഈ ലോകത്തിലുള്ള മുഴുവൻ ആളുകളും പറഞ്ഞിട്ട് 2.25 മലയാളികളും മുഴുവൻ ആളുകൾ ഇത് വായിച്ചിട്ട് പോലും അയാൾ ഇപ്പോഴും പറയുന്നത് ആലപ്പുഴ സമ്മേളനത്തിൽ ഞാൻ ഡെലിഗേറ്റ് ആയിരുന്നു, അത്തരം ഒരു ആര് വിശ്വസിക്കൂടോ ഇയാൾ പറയുന്ന സാധനം? ആര് വിശ്വസിക്കും? ഒരു സ്വാമുഖ്യമായ വെയിറ്റും ഇല്ലാതിരിക്കുന്ന ഒരാൾ. അത് മാത്രമല്ല, ഈ തരത്തിലുണ്ടായിരിക്കുന്ന എല്ലാ അധാർമികതും സമസ്ത അധാർമികതും വേറൊരു സ്ത്രീക്ക് പിന്നെ കൂട്ട് നീ വാങ്ങിച്ചോ അതിന്റെ പൈസ ഞാൻ തരാമെന്ന് പറയുന്ന ഒരു ഓഡിയോ കേസറ്റ് പിന്നെ മിസ്റ്റർ അയ്യപ്പദാസന്റെ ഓർമ്മയുണ്ടാവുമല്ലോ. അത് തീർച്ചയായിട്ടും അത് ഓർമ്മയുണ്ട്. ഒരു മഴയുടെ ദിവസം പറയുന്നത്. തീർച്ചയായിട്ടും ഇത്രയും വഷളനായ കാമാസക്തൻ മാത്രമായിരിക്കുന്ന ഒരാള് എങ്ങനെയാണ് ഈ പാർട്ടിയുടെ നേരത്തെ ഉണ്ടാക്കിയ സെക്രട്ടേറിയറ്റും ഒരു മന്ത്രിയായിരുന്നത്? ആരുടെ സംരക്ഷണയിൽ? ഇതാണ് ചോദ്യം. ആരുടെ സംരക്ഷണയിൽ? അത് ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്ന വഷളന്റെ സംരക്ഷണയിലാണ് അല്ലേ? അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു വഷളൻ പാർട്ടി സെക്രട്ടറിയും അധികാര കേന്ദ്രവുമായിരുന്നത് കൊണ്ടാണ് ഇവനെപ്പോലത്തെ ഒരാൾക്ക് ഇത്രയുമേറെ ഒരു ഗൗരവതരമായിരിക്കുന്ന ഒരു തസ്തികയിലേക്ക് കയറിയിരിക്കാൻ കഴിഞ്ഞത്. പിന്നെ അയാൾ പറയുന്നത് എന്ത് വെയിറ്റ് ആണ്? ഇനി മറുഭാഗത്തിങ്ങൾ എടുക്കൂ. പിരപ്പൻകോട് ഊരടി. ഒരു സെക്കൻഡ്. പിരപ്പൻകോട് ഊരിലെ നിങ്ങൾ എടുക്കൂ. തിരുവനന്തപുരം ജില്ലയിൽ പിരപ്പൻകോടിക്ക് ഊരടിക്ക് കിട്ടുന്ന വെയിറ്റിന്റെ അടുത്തൂട്ട പോകാനുള്ള യോഗമോ ഭാഗ്യമോ ഈ ചങ്ങായിക്കുണ്ടോ? തീർച്ചയായിട്ടും ഒരിക്കലുമില്ല. അതുകൊണ്ട് ആൾ എന്തേ വിജയിക്കുള്ളൂ. വസ്തുത ഏതാണ്? അതല്ല എന്ന് സ്ഥാപിക്കാൻ മാത്രമുള്ള ഒരു തെളിവും നമ്മുടെ മുന്നിൽ. അതുകൊണ്ടാണ് ഈ പിരപ്പൻകോട് ഊരടി എന്താ പറയാ ഖണ്ഡിതമായി പറഞ്ഞത്. മിനിറ്റ്സ് ടേബിൾ ചെയ്യാൻ പറഞ്ഞു. MP ഗോവിന്ദനെ വെല്ലുവിളിച്ചു ആ മനുഷ്യൻ. ഗോവിന്ദനോട് അക്ഷരം മിണ്ടിയില്ല. ഇതേപോലെ തന്നെയാണ് അങ്ങേപ്പുറത്ത് വരുന്ന ശിവൻകുട്ടിയുടെ കാര്യം. ആ ശിവൻകുട്ടി പറയുന്ന ആരെങ്കിലും ഒരാൾ വിശ്വസിക്കുമോ? മര്യാദക്ക് എന്താ പറയാ ഒരു അക്കങ്ങളുടെ അത് എണ്ണം പറയുമ്പോൾ പോലും തെറ്റിപ്പോകുന്നൊരു കക്ഷി അഥവാ മൂപ്പർ അതിലൊന്നും അല്ല ഉള്ളത്. അപ്പൊ ഇങ്ങനെയെല്ലാം വരുന്ന അങ്ങേയറ്റം എന്താ പറയാ വഷളന്മാരായിരിക്കുന്ന ആളുകളെ ഇത്തരത്തിലുള്ള തസ്തികയിൽ കൊണ്ടുപോയിരുത്തുക വഴി ഒരു സംസ്ഥാനത്തിലെ പാർട്ടിയെ നശിപ്പിച്ചു എന്ന് മാത്രമല്ല, ഗവേണൻസിനെ നിങ്ങൾ നശിപ്പിച്ചു. അത് ഇവിടെയാണ് ഡീസ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത്. സർവ്വതിനെയും ദുർബലപ്പെടുത്തുക. ഇതിനെന്ത് ചെയ്യുക? അധികാരം മുഴുവൻ ഒരാളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇതാണ് വാസ്തവത്തിൽ ഇതാണ് ഏകാധിപത്യം എന്ന് പറയുന്ന ഒരു സംഭവം. ഇതാണ് ഏകാധിപത്യം. ഈ ഏകാധിപത്യമാണ് ഇതിനകത്ത് നടപ്പ്. ഇവിടെയും ആ കലാപം ചെയ്ത ആരാണ്? ഒരേ ഒരു മനുഷ്യൻ. ആ മനുഷ്യന്റെ പേരുമാണ് വാസ്തവത്തിൽ VS. ആ മനുഷ്യന്റെ പേരുമാണ് VS. ആ സഖാവിന്റെ പേരാണ് VS. അവിടെയാണ് ഞാനൊന്ന് ഇടപെടുകയാണ് ഷാജിയേട്ടാ. ഈ പറയുന്ന ആ പെൺകുട്ടി, ആലപ്പുഴ പറഞ്ഞ പെൺകുട്ടി ഞാനല്ല എന്ന് പറയത്തക്ക രീതിയിൽ ചിന്താ ജെറോം വന്ന് എന്തിനാ സംസാരിക്കുന്നത്? അല്ല, അത് ഞാൻ ഇന്നലെ ഒരു ചാനൽ ഞാൻ പറയുകയാണ്. ഈ ചിന്താ ജെറോം ഞാൻ അൻകത്തോറിൽ ആ പെൺകുട്ടി ഞാൻ അങ്ങനെ പറയില്ല, പക്ഷെ ഞാൻ പറയാണ്. ആ പെൺകുട്ടിക്ക് ഈ പറഞ്ഞ പോലെ എന്ത് സാമൂഹ്യ മാന്യതയാണ് കേരളീയ പൊതുമണ്ഡലത്തിലുള്ളത്? എഡ്യൂക്കേഷൻ മേഖലയിൽ പോലും
ഒരു ഒരു ഗുരുതരമായ തെറ്റ് ഒരിക്കലും തെറ്റാൻ പാടില്ലാതിരിക്കുന്ന ഒരു തെറ്റ് ചെയ്തിട്ട് അതിനെ പോലും വക്രീകരിച്ച് വഷളാക്കിയും ഒരു മനസ്താപവും ഇല്ലാതെ ന്യായീകരിക്കാൻ വന്നിരിക്കുന്ന ഒരു പെൺകുട്ടി. ആ ഇവിടെയും വേണ്ട വിഷയം എന്താന്ന് പറഞ്ഞാൽ ഇത് പറയാൻ ഈ പെൺകുട്ടിക്ക് ഉണ്ടായിരിക്കുന്ന പിന്നെ എന്താ പറയാ രാഷ്ട്രീയമായിരിക്കുന്ന പിന്നെ അധികാരം എന്താണ്? ഈ അധികാരമെല്ലാമാണ് എവിടേക്ക് മാറുന്നതെന്നറിയോ? ഈ അധികാരം വഴിതെറ്റി സഞ്ചരിക്കുന്ന അധികാരങ്ങളാണെന്നല്ലോ. ഈ വഴിതെറ്റി സഞ്ചരിക്കുന്ന അധികാരങ്ങൾക്ക് ഒരു സുപ്രീം അതോറിറ്റിയായി തീരാൻ അവർക്ക് കഴിയുന്നത് എവിടെയാണ് പറഞ്ഞത്? അത് പറയണമെങ്കിൽ അത്തരവർക്ക് അഭിപ്രായം പറയണമെങ്കിൽ ആര് പറയണം? കൊല്ലത്തുനിന്ന് മേഴ്സിക്കുട്ടിയമ്മ പറയട്ടെ. കൊല്ലത്തുനിന്ന് മേഴ്സിക്കുട്ടിയമ്മ പറയട്ടെ. എന്താ മേഴ്സിക്കുട്ടിയമ്മ പറയാത്തത്? പറഞ്ഞിട്ടില്ല, പറയില്ല. ഇവിടെയാണ് നിങ്ങൾക്ക് ഏറ്റവും ദുർബലരായിരിക്കുന്ന ആളുകളെ എന്നാൽ ഏറ്റവും പ്രഗത്ഭരാണ് എന്ന് സോഷ്യൽ മീഡിയ വഴിയും മറ്റ് രീതികൾ വഴിയും ഈ നേതാക്കന്മാരുടെ മൂടുവാങ്ങികളായി നിന്നുകൊണ്ട് അവരെല്ലാം തന്നെ വലിയ ആളുകളാണെന്ന് വരുത്തി തീർക്കുന്ന ഒരു തരം എന്താ പറയാ പിന്നെ സ്യൂഡോ പൊങ്കച്ച സംഭവം ഉണ്ടല്ലോ, വാനറ്റി. ഇത്തരം വാനറ്റി ആയിരിക്കുന്ന കക്ഷികളാണ് ഇതെല്ലാം ചെയ്തു വെക്കുന്ന ഗതികൾ. അതിന്റെ ഗതികൾ എന്താണെന്ന് പറഞ്ഞാല് പാർട്ടി എന്ന് പറയുന്ന ഒരു സംഘടനാ സംവിധാനത്തിന്റെ അതിന്റെ പ്രത്യയശാസ്ത്രപരമായിരിക്കുന്ന പ്രതിബദ്ധതയെ, അതിന്റെ മൂല്യബോധത്തെ ഇയാൾ തകർത്തു എന്നുള്ളതാണ്. ഇയാൾക്കെതിരെ വരുന്ന ഏറ്റവും ഗുരുതരമായ കുറ്റവാളിയാണ്. ഇയാൾ അത് തകർത്തു. അത് തകർക്കേണ്ടത് എന്തിനാണ്? ഇയാളുടെ അളിഞ്ഞ ജീവിതത്തിന്റെ എന്നിട്ട് അയാൾ എന്ത് ചെയ്യാണ്? അയാൾ എന്ത് കർക്കശക്കാരനാടോ? എവിടെയാണ് നിങ്ങൾ കർക്കശക്കാരൻ? വിവരക്കേട് കാണിക്കുന്നിടത്തല്ല, അന്ധബോധ്യങ്ങളിലല്ല കർക്കശ എന്ന് പറയുന്നത്. അവിടെ ഒന്നുമല്ല കർക്കശ, മറിച്ച് ധാർമ്മിക മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്നതിനുണ്ടായിരിക്കുന്ന കാർക്കശ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ആ കാർക്കശ്യമാണ് ആർക്കുണ്ടായിരുന്നത്? VS ഉണ്ടായത്. ഇയാൾക്ക് ഇല്ലാതെ പോയത് അത് തന്നെയാണ്. അയാൾക്ക് എന്താ ഉള്ളത്? നിങ്ങൾ ഏത് മനുഷ്യൻ പറഞ്ഞാലും ഓരോരുത്തർ സങ്കടം പറഞ്ഞു കഴിഞ്ഞാൽ ആ സങ്കടം ഞാൻ പരിഗണിക്കില്ല എന്ന് പുറത്തു നോക്കി പറയാവുന്ന ഒരു അങ്ങേറ്റം ദുർബലനും ഭീരുവായിരിക്കുന്ന ഒരാളുടെ ജ്വരജൽപ്പനമല്ലാതെ എവിടെയാണ് അയാൾക്ക് കാർക്കശ്യമുള്ളത്? അത് അവിടെയാണ് ഈ ആശാവർക്കർമാരുടെ വിഷയം അവിടെ വരുന്നത്. ആശാവർക്കറുടെ വിഷയം ചർച്ചയ്ക്ക് ഞാനില്ല എന്നാണ്. ഇവിടെ ഇന്നലെ ഒരു സ്ഥലത്ത് പറയുമ്പോൾ ഞാൻ പറഞ്ഞാണ്, ആഴിക്കുട്ടി VS-ന്റെ സഹോദരി അയക്കുന്ന ആൾക്കാർ VS-ന്റെ അമ്മ VS-ന് 3 വയസ്സുള്ളപ്പോ അമ്മയെ ഒരു നോക്ക് കണ്ടിട്ട് അമ്മ മരിക്കുകയാണ്. അത് ഒരു ഓലക്കീറിലൂടെ കണ്ട് എത്ര വൈകാരികമാണ്. അമ്മയെ പിന്നീട് കണ്ടിട്ടില്ല അയാൾ. അതിന്റെ മേലെ VS കരഞ്ഞിട്ടില്ല, അത് വേറെ വിഷയം. കുറച്ചു കഴിഞ്ഞപ്പോ VS-ന്റെ അച്ഛനും മരിക്കുന്നു. ഇത് മരിച്ചപ്പോ പിന്നീട് ആരാ ഉള്ളത്? കൂട്ടായി നിൽക്കുന്ന ഒരു പിന്നെ സഹോദരിയായിരിക്കുന്ന ആഴിക്കുട്ടി. ഇദ്ദേഹത്തിന്റെ പ്രാണനായി നിൽക്കുകയാണ്. ദാരിദ്ര്യം, ദുരിതം, ചെറ്റയിൽ വളരുന്നു. അതായത് കുടിലിൽ, ചെറ്റാന്ന് ബാക്കിയാണ് ഉപയോഗിക്കുന്നില്ല, കുടിലിൽ വളരുന്നു. ഇവിടെ വെച്ചാണ് എന്താണ് ഒരു സ്ത്രീയുടെ സങ്കടം എന്താണ്, ഒരു സഹോദരിയുടെ സങ്കടം എന്താണ്, വിമ്മിട്ടം എന്താണ്, അത് തിരിച്ചറിഞ്ഞിരിക്കുന്നത് എവിടുന്നാണ് അറിയോ? സ്വന്തം ജീവിതാനുഭവങ്ങളിൽ നിന്ന് VS ആർജിച്ചെടുത്തിരിക്കുന്ന അറിവിന്റെ പേരാണത്. ഈ അറിവിന്റെ പേരിൽ നിന്നുകൊണ്ടാണ് VS എന്ത് ചെയ്തത്? ഏത് സ്ത്രീകളുടെ വിഷയം വന്നാൽ പോലും അതിനകത്ത് ഏറ്റവും ഒരു തരത്തിലും സറണ്ടർ ചെയ്യാത്ത ഒരു ഫൈറ്ററായി പോരാടി. അതുകൊണ്ടാണ് അദ്ദേഹം പരസ്യമായി മൈക്ക് കെട്ടി പ്രസംഗിച്ചത്. ഇത്തരത്തിലുള്ള ആളുകളെ കയ്യാമം വെച്ച് തെരുവിലൂടെയാണ് നടത്തിപ്പിക്കുമെന്ന് പറയാൻ മാത്രം ഉണ്ടായിരിക്കുന്ന എന്താ പറയാ ഒരു അധികാരം. അവിടെയാണ് വാസ്തവത്തിൽ VS എന്തായിത്തീരുന്നത് അറിയോ? ഈ കേരളത്തിൽ ഇതുപോലെ പ്രതിസന്ധികൾ അനുഭവിക്കുന്ന എല്ലാവരുടെയും മുത്തച്ഛനോ അച്ഛനോ അല്ലെങ്കിൽ കാരണവരുമായി മാറുന്നത്, അല്ലെങ്കിൽ സഹോദരനുമായി മാറുന്നത്. ഇങ്ങനെ മാറാൻ പറ്റിയിരിക്കുന്ന ഒരാൾ, ഇങ്ങനെ മാറാനുള്ള എന്തെങ്കിലും കോപ്പുള്ളവനാണോ ഈ പറഞ്ഞ കടകംപള്ളി സുരേന്ദ്രൻ? എന്തെങ്കിലും കോപ്പുള്ള ഒരാളാണോ ഈ ശിവൻകുട്ടി? എന്തെങ്കിലും കോപ്പുള്ള ആരാണോ ഈ വിജയൻ? എന്തെങ്കിലും കോപ്പുള്ള ഒരാളാണോ ഈ പറയുന്ന MP ഗോവിന്ദൻ? ഓരോ ആളെയും നിങ്ങൾ എടുത്തു നോക്കുമോ? ഇങ്ങനെ പറഞ്ഞു നീട്ടാനല്ല പറയുന്നത്. അപ്പൊ ഇങ്ങനെ പറയാവുന്ന ഒരവസ്ഥ, ഇങ്ങനെ വരാവുന്ന ഒരു അങ്ങേറ്റം എന്താ പറയാ അധാർമികതയുടെ ആഴങ്ങളിലേക്ക് പതിച്ചു പോയിരിക്കുന്ന ഒരു പാർട്ടി. ആ പാർട്ടിയിൽ നിന്ന് നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുക? ഒന്നും പ്രതീക്ഷിക്കാനില്ല. ഈ പ്രതീക്ഷിക്കാനില്ലാതാകുമ്പോ ഇവരെന്ത് ചെയ്യുന്നറിയോ? ഈ വൃത്തികേടുകൾ ഇവർക്ക് തുടരേണ്ടതുണ്ട് എങ്കിൽ പാർട്ടിക്ക് അകത്ത് നടത്തിയിരിക്കുന്ന ഏതെങ്കിലും കറക്റ്റ് ചെയ്യാൻ നടത്തിയിരിക്കുന്ന എല്ലാ പോരാട്ടങ്ങളെയും എന്ത് ചെയ്യണം? അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് നിരന്തരമായി ഇവർ ആവർത്തിച്ചുകൊണ്ടിരിക്കണം. ഈ ആവർത്തിക്കുന്ന സംഭവമാണ് വാസ്തവത്തിൽ ഈ പറയുന്ന ചിന്താജറൂപിലൂടെ, അല്ലെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനിലൂടെ, അല്ലെങ്കിൽ നമ്മുടെ പിന്നെ ശിവൻകുട്ടിയിലൂടെ ഈ സാധനം ഇങ്ങനെ പുറത്തേക്ക് എന്താ പറയാ തകട്ടി ഛർദിയായി ഓക്കാരമായി പുറത്തേക്ക് വരുന്നത്. അതൊന്നും ഒരാൾ വിശ്വസിക്കാൻ പോകില്ല. അവിടെയാണ് ഞാൻ പറഞ്ഞത് പിരപ്പൻകോട് മുരളി പിന്നെ സഖാവത് പറയുമ്പോൾ അതിനുള്ള മൂല്യം. രണ്ടാമത്തെ സുരേഷ് കുറുപ്പിന്റെ ഒരു സുഹൃത്തും കൂടിയാണ് സുരേഷ് കുറുപ്പ് പറഞ്ഞിരിക്കുന്ന ഈ സംഭവം ഏത് പിന്നെ സമ്മേളനത്തിലാണ് എന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല. നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ VS അത് കൃത്യമായിട്ട് ഓൺ ചെയ്തിട്ടാണ് VS പറഞ്ഞത്.
ക്യാപിറ്റൽ പണിഷ്മെന്റ് നടത്താൻ ചില 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 ആളുകൾ പ്രഖ്യാപിക്കുന്നു. തൂക്കുവയർ കണ്ടിട്ട് അത് വി എസിന്റെ വളരെ സുസിദ്ധമായിരിക്കുന്ന എന്താ പറയുക ഒരു ഗാംഭീര്യത്തിൽ വി എസ് പ്രഖ്യാപിക്കുന്നുണ്ട്. അത് പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞ അർത്ഥം എന്താ? പിന്നെ എന്തിനാണ് വി എസ് ഇത്രയും വലിയ പുരുഷാരത്തെ നോക്കി വി എസ് ഇത്ര ഒരു പ്രസ്താവന? ആ പ്രസംഗം വി എസ് നടത്തുന്ന സമയത്ത് ഈ പറയുന്ന ഈ മുഖ്യമന്ത്രി അവിടെ ഉണ്ടായിരുന്നില്ലേ? കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നില്ലേ? ഇവരെല്ലാം ഇവരെല്ലാം ഇരിക്കവേ തന്നെയാണ് വി എസ് ഒരു തരത്തിലുള്ള എന്താ പറയാ ഒരു ഇതുമില്ലാതെ വി എസ് വളരെ ധീരമായി വി എസ് അത് നടപ്പില്ല. ഈ നടപ്പില്ല എന്ന് വി എസ് പ്രഖ്യാപിക്കുമ്പോൾ അർത്ഥം എന്താണെന്നറിയോ? അത് ഈ പാർട്ടിക്കകത്ത് എടുക്കുന്ന സാധാരണക്കാരായിരിക്കുന്ന പാർട്ടി സഖാക്കൾ അത് അനുവദിച്ചു തരില്ല എന്ന് പറയുന്ന പ്രഖ്യാപനമാണ്. ആ പ്രഖ്യാപനം അത് ആരുടെ പ്രഖ്യാപനമാണ്? ഈ പാർട്ടി നശിച്ചു പോകുന്നതിനുണ്ടായിരിക്കുന്ന ആത്മസംഘർഷം, അതിന്റെ വേദന, അതിന്റെ വിഹ്വലത, ആ വിഹ്വലത ഏറ്റുവാങ്ങിയിരിക്കുന്ന ഈ പാർട്ടിക്ക് രൂപം നൽകുമ്പോൾ അതിനകത്ത് ഇറങ്ങി വന്നിരിക്കുന്ന അവസാനത്തെ കണ്ണിയായിരിക്കുന്ന ഒരാളുടെ ധീരമായ സമര പ്രഖ്യാപനമാണത്. ആ സമര പ്രഖ്യാപനത്തെ പരിഹരിക്കാനാണ് ഈ പറയുന്ന വിജയൻ എന്ന് പറഞ്ഞതറിയോ? കാലിന്റെ അടിയിൽ ഒരു കുത്ത്. ഇതിപ്പം പറയുമ്പോ ഈ ചങ്ങായി കാൽ കിട്ടിയെന്ന കാലിന് കിട്ടിയ അടിയല്ലാണ്ട് വേറെ ഏടി ചെയ്യാൻ കഴിയിട്ടീന്. ഇയാൾക്ക് എവിടുന്ന കേടിയാടിയിട്ട് അത് കൂത്തുപറമ്പുള്ള സർക്കിൾ ഇൻസ്പെക്ടർ ബാലറാം. ആ ബാലറാമിനെ ചവിട്ടിയതിന്റെ പേരിൽ പോലീസുകാർ അടിച്ച അടിയാണത്. വേറെ ഒരു അടി ഇയാൾക്ക് കിട്ടിയില്ല. ആ അടിയുടെ മുകളിലാണ് ഈ പറയുന്ന കാലിയിടവും മുഴുവൻ തന്നെ ഈ പത്രക്കാർക്ക് ആരെയും കൊണ്ട് ഓരോന്ന് വേറെ ഒരു പണിയുമില്ലാത്ത കുറെ പത്രക്കാരുണ്ടല്ലോ ഇവിടെ, ഒരു പണിയുമില്ലാത്ത. അപ്പൊ അത് മൂപ്പറങ്ങ് പ്രഖ്യാപിക്കും. അത് ഇവർ ഉന്തുകാനായിട്ട് കുറെ ആളുകൾ, ഇതെല്ലാം കൂലിക്കെഴുന്ന പത്രക്കാരാണ്. ഈ കൂലിക്കെഴുന്ന പത്രക്കാരുകൊണ്ട് ഈ സാധനം മുഴുവൻ എഴുതി വെച്ചു. എത്രയോ ഞാൻ തിരിച്ചു വയ്ക്കുകയാണ്. ഈ അടിയന്തരാവസ്ഥക്കാലത്ത് എന്റെ ഈ പറയുന്ന പിണറായി എന്ന് പറയുന്ന ഗ്രാമത്തിനകത്ത് അടി കിട്ടിയിരിക്കുന്ന എത്ര ആളുകൾ, ഇതിനേക്കാൾ മാരകമായി കിട്ടിയിരിക്കുന്ന എത്ര ആളുകളെ ഞാൻ കാണിച്ചു തരണം. യഥേഷ്ടം ആളുകൾ, മാരകമായി കിട്ടിയ ആളുകളുണ്ട്. അതിൽ പലരും ജീവിച്ചിരിപ്പില്ല, ചിലവരെല്ലാം ഇന്ന് രോഗികളായി കഴിയുന്നുണ്ട്. പക്ഷെ അവിടെയും വരുന്നൊരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് പിണറായി എന്ന് പറയുന്ന ഗ്രാമത്തിനകത്ത് ഇത്രയേറെ എന്താ പറയാ ആക്രമണോത്സുകമായി കോൺഗ്രസും പോലീസും പെരുമാറി എന്നൊരു ചോദ്യമുണ്ട് ഇവിടെ. ആ ചോദ്യത്തിന് ഒരൊറ്റ, ഇത് വിഷയം ഇതല്ല എങ്കിൽ പോലും അതിനകത്ത് പറയാണത്, അതിനൊരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. ഇയാൾ ഈ പിണറായി എന്ന് പറയുന്ന ഗ്രാമത്തിനകത്ത് മേൽക്കോയ്മ സ്ഥാപിച്ചോട് കൂടിയിട്ടാണ് ഈ പിണറായി എന്ന് പറയുന്ന ഗ്രാമത്തിലെ മുഴുവൻ ജനാധിപത്യ സ്വഭാവവും ഇല്ലാതാവുന്നത്. ഇയാളുടെ കിങ്കരന്മാരെ നയിക്കുന്ന അങ്ങേയറ്റം അധാർമികമായിരിക്കുന്ന പ്രവൃത്തികൾ ഒരാളോട് ചോദിച്ചാലുമില്ല, പറയാനില്ല, ഇയാൾ ഇതെല്ലാം ചെയ്തു വെക്കുകയാണ്. അതിനെതിരെ വന്നിരിക്കുന്ന സ്വാഭാവികമായ ചെറുത്തുനിൽപ്പാണ് ആ ചെറുപ്പം. അതല്ലാതെ അത് അടിയന്തരാവസ്ഥയുടെ എന്തെങ്കിലും വലിയ കോൺഗ്രസിന്റെ ബോധപൂർവമായ തീരുമാനത്തിന്റെ ഭാഗമല്ല എന്ന് ഞാൻ ഈ വിഷയം ഇതിനകത്ത് വിശദീകരിക്കാൻ നേരമില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ അതല്ലാത്തതുകൊണ്ടാണ് ഞാൻ എത്ര മണിക്കൂർ വേണമെങ്കിലും ഉദാഹരണ സഹിതം അത് ഞാൻ സമർത്ഥിച്ചു വരും. അതായിരുന്നു വാസ്തവത്തിൽ ഈ പിണറായി സംഭവിച്ചത്. മറ്റല്ലാതെ കോൺഗ്രസ്സുകാർ അങ്ങനെ വെട്ടിയാടിയ സംഭവം അല്ലാതെ, പോലീസുകാർ അങ്ങനെ വെട്ടിയാടിയ സംഭവം അല്ലാതെ. അപ്പൊ നമ്മൾ പറയുമ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് തന്നെ വരാം. നമ്മൾ പറയുമ്പോൾ മരണപ്പെട്ട വി എസ് ഒരു വേള ഈ പിണറായിയെയും സംഘത്തെയും വേട്ടയാടുന്നത് ഈ സമൂഹം കാണും, അല്ലെ? തീർച്ചയായും കാണുന്നത് മാത്രമല്ല, അതാ ഞാൻ പറഞ്ഞത്, വി എസ് അനുശോചനത്തിന് അന്ത്യയാത്രയ്ക്ക് എത്തിയിരിക്കുന്ന പൗരാവലിയൊക്കെ ജനസഞ്ചയത്തെ കണ്ടിട്ട് ഭയന്നു പോയിരിക്കുന്ന മനുഷ്യൻ, ഇതികർത്തവ്യാമൂഢനായി നിന്ന് പോയിരിക്കുന്ന ഒരാളാണ് വാസ്തവത്തിൽ ഇയാൾ. ഇയാൾ മരിച്ചു കഴിഞ്ഞാൽ ഞാനതൊരു തവണ ചാനൽ പറഞ്ഞാൽ, ഹൂ വിൽ മോൺ ഫോർ ഹിം? ഞാൻ ചോദിച്ച ചോദ്യമാണ്. ഇപ്പൊ അല്ലേ കോടിയേരി മരിച്ച സമയത്ത് ഇയാളെ ഇതേ അസംബന്ധം ഇയാൾ കാണിച്ചുകൊണ്ട് ഞാൻ അന്ന് ഒരു ചാനലിന്റെ ഹൂ വിൽ മോൺ ഫോർ ഹിം? ആരാണ് ഇവന് വേണ്ടി ഒരു തുള്ളി ഒന്ന് വിലപിക്കാനുണ്ടാവും, ഒരു കണ്ണീര് വീട്ടിന് ആരുണ്ടാവും ഇയാൾക്ക്? ബാക്കി മോശമായ ഭാഷയാ പ്രയോഗിക്കുന്നില്ല. ഒരാൾ പോലും ഉണ്ടാവും. അത് മാത്രമല്ല, അയാൾ കണ്ണൂർ ജില്ലയിൽ നിന്നാണ് മരിക്കുന്നതെങ്കിൽ ഒരു വിലാപയാത്ര ഉണ്ടാവില്ലല്ലോ. അതും ഉണ്ടാവില്ലല്ലോ. അത് ഈ 2024 തെരഞ്ഞെടുപ്പ് ശേഷം വരുന്ന ഒരു ചിത്രം കൂടിയായിരിക്കുമല്ലോ അത്. ഞാൻ അങ്ങനെ അതൊരു മറ്റേ രീതിയിലല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരു പൊതുസമൂഹത്തെ ഇത്രയേറെ വൃത്തികേടാക്കി തീർക്കുന്നതിൽ സമസ്ത എന്താ പറയുക അധാർമികതകളും ഈ പാർട്ടിയുടെ വൗച്ചറിൽ മുറിച്ച് നടപ്പിലാക്കി തീവെട്ടിക്കൊള്ളയും അഴിമതിയും സ്വജനപക്ഷപാതവും ലൈംഗിക അരാജകത്വങ്ങളും കൂട്ടിക്കൊടുപ്പുകളും എന്താ പറയാ നമ്മുടെ നാർക്കോട്ടിക്സ് ഡ്രഗ്സിന്റെ മലവെള്ളപ്പാച്ചലും ഒരു തരത്തിലുള്ള ഒരു നിയന്ത്രണം ഒരു സ്ഥലത്തും ഇല്ലാതാക്കി തീർത്ത് ബ്യൂറോക്രാറ്റുകളുടെ തേർവാഴ്ചകളും ഇങ്ങനെ സർവ്വതും നടത്തി ഈ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ സർവ്വ മേഖലകളെയും നശിപ്പിച്ചു കളയുന്നതിന് ലീഡർഷിപ്പ് കൊടുത്തിരിക്കുന്ന ഒരാൾ, അയാൾക്കെതിരെ പടപൊരുതിയിരിക്കുന്ന ഒരു യോദ്ധാവാണോ മരിച്ചത്?
പടകുരുതി ഒരു യോദ്ധാവാണ് മരിച്ചത്. നിന്റെ മുമ്പിൽ നീ ഈ നടപ്പിലാക്കുന്ന ഈ പറയുന്ന മൂലധന കേന്ദ്രീകൃത രാഷ്ട്രീയത്തിനെതിരെ ഞാൻ സമരം ചെയ്യും. ഞാൻ ഉള്ള കാലം വരെ. അവസാന ഘട്ടത്തിൽ മറ്റേ ജോണി ലൂക്കോസിനോടോ മറ്റോ VS നടത്തുന്ന ഒരു ഇന്റർവ്യൂ ഉണ്ട്. ആ ഇന്റർവ്യൂ ജോണി ലൂക്കോസ് ആണെന്ന് തോന്നുന്നു. എനിക്ക് ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഈ ഇത്രയും പ്രായമായ അവസ്ഥയിൽ നിങ്ങൾക്ക് ഇത് മതിയാക്കി വീട്ടിനകത്ത് ഇരുന്നുകൂടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. VS അന്ന് പറയുന്ന ഒരു മറുപടിയുണ്ട്, സമരമാണ് എന്റെ ജീവിതം. ഞാൻ ഇന്ന് വരെ വളർന്നതും ഇപ്പോൾ ജീവിക്കുന്നതും ഈ സമരത്തിന്റെ ഭാഗമാണ്. അവസാനത്തെ നിമിഷം വരെയും ഞാൻ ഞാൻ ഇടപെടുകയാണ്. ഏതായാലും ചേട്ടാ, ഈ വിഷയത്തിൽ ഇപ്പോ ഇനി ചേട്ടൻ സംസാരിച്ചു തുടങ്ങിയാൽ ഇനിയും സംസാരിക്കുമെന്ന് എനിക്കറിയാം. ഏതായാലും സമയപരിമിതി മൂലം ഇടപെടുന്നു. നമുക്ക് തുടർന്നും ഈ വിഷയം അങ്ങനെ അങ്ങ് തീരുമെന്ന് നമുക്ക് കരുതണ്ട. ജീവിച്ചിരുന്ന VS-നേക്കാൾ മരണപ്പെട്ട VS ഒരു വേള അതിശക്തനായ VS തിരിച്ചു വരും. അതിശക്തനായ VS. ഒറ്റൊരു കാര്യം കൂടി, ഈ പ്രകൃതിയിൽ സംഭവിക്കുന്ന ഈ ദുരന്തങ്ങൾ ഓരോ തവണ വർദ്ധിച്ചു വരുന്ന ഘട്ടത്തിലും പൊതുജനം ആലോചിക്കുന്നതും ഓർമ്മിക്കുന്നതും കേരളത്തിലെ ബുദ്ധിജീവികളും മറ്റുള്ളവരുടെ പരിസ്ഥിതിപ്പുറത്തും ഓരോ ആളും ഓർമ്മിക്കുന്നത് VS ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. ആശാവർക്കർമാർ ആഗ്രഹിക്കുന്നത് പോലെ VS ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നിരന്തരമായി നമ്മെ ഓർമ്മിക്കുന്ന ഒരു ഐക്കണായി VS അവിടെ തന്നെ മുളച്ചു നിൽക്കും. യാതൊരു സംശയവും വേണ്ട. മിസ്റ്റർ അയ്യപ്പദാസ്, നന്ദി. താങ്ക് യു.